CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അനിൽകുമാർ, സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് KSEB. എങ്ങനെ നോക്കിക്കാണുന്നു? കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഇല്ല എന്നുള്ളതായിരുന്നു CPM-ന്റെ LDF-ന്റെ വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധം പോലും. അത്തരത്തിൽ പവർ കട്ട് ഉണ്ടായിരുന്നോ ഇല്ല സംസ്ഥാനത്ത്? പക്ഷേ നിലവിലത്തെ സാഹചര്യം ഇപ്പോൾ KSEB ഏതായാലും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് അതീവ ഗുരുതരമായൊരു സാഹചര്യമാണ് വൈദ്യുത രംഗത്തുള്ളത് എന്ന് എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ട്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ 6 മണിക്കൂറും 7 മണിക്കൂറും പവർ കട്ടിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. ഇത്തരമൊരു സാഹചര്യം എത്തിക്കാനുള്ള കാരണം എന്താണ്? 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്ന്, യുദ്ധമുണ്ടായ പശ്ചാത്തലത്തിൽ പാചകവാതകത്തിന്റെ ലഭ്യത കുറഞ്ഞതിനെ തുടർന്ന് ഇൻഡക്ഷൻ കുക്കറുകളുടെ ഉപയോഗം ക്രമാതീതമായി വർദ്ധിച്ചു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട സംഭവം ആഗോള താപനത്തിന്റെ പ്രത്യേകമായൊരു പ്രതിഭാസത്തിന്റെ ഭാഗമായി വേനൽ മഴ ഇല്ലാതെയായി. സാധാരണഗതിയിൽ ലഭിക്കേണ്ട വേനൽ മഴ ഈസ്റ്റർ കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ്, അതില്ലാതെയായി. ഇതോടുകൂടി ഈ 2 പ്രശ്നങ്ങളെ തുടർന്നാണ് നമ്മുടെ കേരളത്തിൽ വൈദ്യുതി ഉപയോഗം ക്രമാതീതമായി വർദ്ധിച്ചത്. ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണ്? 226ഓളം ട്രാൻസ്ഫോമറുകൾ കത്തിപ്പോയിരിക്കുന്നു. അതിന് കാരണം എന്താണ്? മുൻപ് ഓരോ വീട്ടിലും എത്രത്തോളം ഉപകരണങ്ങൾ ഉണ്ടെന്ന് കണക്കാക്കിയിട്ടാണ് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത്. പുതുതായിട്ട് ഇൻഡക്ഷൻ കുക്കറുകൾ വരുമ്പോൾ അതിന്റെ ഉപയോഗത്തിനെ കുറിച്ച് ഒരു വിവരവും വൈദ്യുതി ആഫീസുകളിലില്ല. ഇതിന്റെ ഭാഗമായി സംഭവിക്കുന്ന കാര്യം എന്താണ്? സമ്മർദ്ദം താങ്ങാനാവാതെ ട്രാൻസ്ഫോമറുകൾ കത്തുന്ന പ്രവണതയും ഇതിന്റെ ഭാഗമായി വൈദ്യുതി ലഭ്യമല്ലാത്ത പ്രവണതയും ഉണ്ടാകുന്നു. ഇപ്പൊ ജനങ്ങൾ ഉപയോഗം കുറയ്ക്കണമെന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിലേക്ക് പൂർണ്ണമായി എത്തിയിട്ടില്ല. മാത്രമല്ല, നമ്മൾ ആഗ്രഹിച്ചാൽ പോലും വൈദ്യുതി മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ലഭ്യമാകാത്ത സാഹചര്യത്തിലേക്ക് ഇന്ത്യ മാറിയിരിക്കുക. അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പൊ കൂടംകുളം പവർ ഹൗസിൽ തന്നെ ഇപ്പോഴത്തുണ്ടായ പ്രതിസന്ധി മൂലം അവിടുന്ന് ലഭിക്കേണ്ട വൈദ്യുതിയിൽ കുറവ് വന്നിരിക്കുന്നു. 200 മെഗാവാട്ടിന്റെ വൈദ്യുതി കുറവ് വന്നിരിക്കുന്നു. അത് കൂടംകുളത്ത് ഇപ്പൊ തന്നെ ഉണ്ടായ ഈ പ്രശ്നം വിചാരിച്ചതല്ല. അപ്പോൾ കൂടംകുളത്തൊരു വിഷയം ഉണ്ടായാൽ മറ്റു സ്ഥലങ്ങളിൽ ലഭ്യമാകേണ്ടതാണ്. അവിടെയും പവർ ഷോർട്ടേജാണ്. ഇന്ത്യ ഇവിടെ അനുഭവിക്കുന്ന പവർ ഷോർട്ടേജിന്റെ ഒരു ഭാഗം കേരളം താങ്ങേണ്ടി വന്നിരിക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ അപകടങ്ങൾ ഒഴിവാക്കുക, ട്രാൻസ്ഫോമറുകൾ കത്തിപ്പോകുന്നത് ഒഴിവാക്കുക. ട്രാൻസ്ഫോമർ കത്തിപ്പോയാൽ റീപ്ലേസ് ചെയ്യുന്നതിന് വേണ്ടി ആ പ്രദേശത്ത് മാത്രം 2 ദിവസം കറണ്ട് ഇല്ലാതിരിക്കും. ഇത്തരമൊരു സാഹചര്യമാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക്. അത് രാഷ്ട്രീയ തീരുമാനമല്ല, ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ തീരുമാനമല്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടങ്ങൾ അനുസരിച്ച് സർക്കാരിന് തീരുമാനം എടുക്കാൻ അവകാശമില്ല. അതുകൊണ്ട് രാഷ്ട്രീയമായോ സർക്കാർ നിലയ്ക്കോ തീരുമാനം എടുത്തിട്ടില്ല. ഇപ്പൊ അത് മാനേജ് ചെയ്യാൻ ചുമതലപ്പെട്ടവർ മാനേജ്മെന്റ് തലത്തിലെടുത്തൊരു തീരുമാനമാണത്. ആ തീരുമാനം നമ്മളിപ്പോ അതിനോട് പൊരുത്തപ്പെടുക എന്നുള്ളതല്ലാതെ മാർഗമില്ല. രാഷ്ട്രീയമായി ഇടതുപക്ഷത്തിന് തുടർഭരണത്തിലേക്ക് വരുമെന്നാണ് ഇപ്പോഴും കണക്കാക്കുന്നത്. അങ്ങനെ കണക്കാക്കുന്ന ഘട്ടത്തിൽ അതിലേക്ക് ചുമതല ഏറ്റുകഴിഞ്ഞാൽ ഇത്തരം എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാനാകും എന്ന വിശ്വാസവും ഉറപ്പും നമുക്കുണ്ട്. ശരി, നന്ദി. അനിൽകുമാർ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്.